ഇന്ന് തയ്യാറാക്കുന്നത് ബിരിയാണിയാണ്. അരി 15 മിനിറ്റ് കുതിർത്തെടുക്കാം. പാത്രമെല്ലാം ചൂടായി അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് സവോള എല്ലാം കൂടി ചുവപ്പ് നിറം ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടി 1 സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച അരി ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ചുവപ്പ് നിറമാകുന്നവരെ ഇളക്കി കൊടുക്കണം. അതിലേക്ക് 2-3 അണ്ടിപ്പരിപ്പ് ചേർത്താൽ നല്ല രുചിയായിരിക്കും. അടി പിടിക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. കൂടുതൽ നെയ്യ് ചേർക്കുന്നില്ല. ഓയിലാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. ഒരുവിധമെല്ലാം വറുത്തു തുടങ്ങി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് ഒഴിച്ച് ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. അരിയെല്ലാം ഒരു ഇതൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് ഇളക്കി കൊടുക്കാം. അടയ്ക്കാതെ വയ്ക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. നേരത്തെ തന്നെ മല്ലിച്ചപ്പ്, ഗ്രാമ്പൂ, പട്ട എല്ലാം കൂടി, തൈര്, സവോള എല്ലാം കൂടി അരച്ച് ഒരു 15 മിനിറ്റ് വെച്ച് ഇരിക്കുന്ന ഇറച്ചിയാണിത്. അതൊന്ന് ഓയിൽ എല്ലാം ചേർത്തതാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റെല്ലാം കഴിഞ്ഞ് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള നാളികേരം തയ്യാറാക്കാം. നാളികേരത്തിൽ ചേർക്കേണ്ടത് അയമോദകം, വെളുത്തുള്ളി, സജീരം, ഗ്രാമ്പൂ, പട്ട, ഏലക്കായ എല്ലാം കൂടി നല്ലവണ്ണം വറുത്ത് അരച്ചെടുക്കാം. അരച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒഴിച്ചൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കൂട്ടെല്ലാം റെഡി ആയിരിക്കുന്നു. ഇനിയിപ്പം മിക്സാക്കി എടുക്കാം.